എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെൽത്തി ദോശ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന ദോശ അല്ല കേട്ടോ, കുറച്ച് സ്പെഷ്യലായിട്ട് തന്നെ ചെയ്യുന്നതാണ്. ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് കണ്ടു വന്നാലോ. ആദ്യം തന്നെ ഇതിലേക്ക് ഒരു 2-3 ഉരുളക്കിഴങ്ങ് ആണ് കേട്ടോ വേണ്ടത്. ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വേവിച്ച് മാറ്റി വെച്ചേക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഈ പൊട്ടറ്റോ നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഇത് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ 3 പൊട്ടറ്റോവും ഇതുപോലെ ചെയ്തെടുത്തേക്കുക. എന്നിട്ട് നമുക്കൊന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത്, ഇതിലേക്ക് ഒരു 1/2 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി മുറിച്ചിട്ടത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് നമുക്ക് കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഇനി നമുക്കിതിലേക്ക് മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എന്ത് വേണ്ടിക്കാൻ ചേർക്കാം കേട്ടോ. ഞാനിവിടെ മൈദപ്പൊടിയോ ചേർത്ത് ഇത് ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു ദോശ പരുവത്തിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ദോശ പരുവത്തിലേക്ക് മിക്സ് ചെയ്തതിന് അവസാനം നമ്മൾ ചേർക്കുന്നത് കുറച്ച് മല്ലിയിലയാണ് കേട്ടോ. മല്ലിയില കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു ദോശക്കല്ലിൽ ഇത് ചുട്ടെടുക്കാം കേട്ടോ. ഇപ്പോൾ കനം കുറച്ച് പരത്തി കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ തവി കോരി ഒഴിച്ച് നമുക്ക് കനം കുറച്ചിത് തിരിച്ചും മറിച്ചോട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കൊന്ന് മൂടി വെക്കണമെങ്കിൽ മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് നെയ്യ് ഇതിൻ്റെ മേലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ തിരിച്ചു മറിച്ചോട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ ഈ ദോശയിൽ അത്യാവശ്യം വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ മല്ലിയിലയുണ്ട്. എല്ലാം കൊണ്ടും ഒരു ഹെൽത്തി ദോശയാണ് കേട്ടോ. അപ്പോൾ വെയിറ്റ് കുറക്കുന്നതിൽ അവർക്ക് ഇതിൽ മൈദക്ക് പകരം വീറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ ദോശ ഇട്ടെടുക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.